ഹലോ ഗൈസ്, ട്രെയിനിൽ നിന്ന് കിട്ടിയ നല്ലൊരു അനുസരണയും സ്നേഹമുള്ള ബംഗാളിനെ കൊണ്ട് തല ഒന്ന് നല്ലോണം മാലീസ് ഇടിപ്പിക്കാൻ വിചാരിച്ചിട്ടാ. ഇതാണ് എനിക്ക് മലയാളികളെ കാട്ടി ഏറ്റവും ഇഷ്ടം ബംഗാളികളെ. കാരണം ഒരു സെക്കൻഡ് പോലും കമ്പനി ഇല്ലെങ്കിലും ഒപ്പരം വെടിക്കാൻ പോയ ബന്ധം നല്ലൊരു ബംഗാളിലെ. ബംഗാളിന്റെ കൈ കൊഴിഞ്ഞെന്ന് പറഞ്ഞപ്പോ ഞാൻ നേരെ തൊട്ടിലിൽ പോയി കിടന്നിട്ടാ. അപ്പൊ ഏതോ ഒരു രാജസ്ഥാനി മുകളിൽ ഏച്ചി ഈ പന്തലണിക്കാരൊക്കെ മുള ചാരിച്ചമാതിരി എന്റെ മുട്ടുംകാൽമൊക്കെ ഇങ്ങനെ ചാരി കിടന്ന് ഉറങ്ങണതാ. ട്രെയിൻ നല്ല സ്പീഡിൽ പോണോണ്ട് ഈ തൊട്ടിൽ ഇങ്ങനെ കിടന്ന് ആടിട്ടു. അപ്പൊ ഞാൻ ചേച്ചിന്റെ ഉറക്കം പോക്കാതെക്കാൻ വേണ്ടിട്ട് ഒരു കമ്പിമേൽ ഇങ്ങനെ പിടിച്ച് നിക്കട്ടെ. ഈ ഓക്കേനാശ് എന്തൊരു കെയറിങ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാണ്ടാവും, ഈ കെയറിങ് ഞാൻ അതിന് തമ്പാക്കും വെച്ച് തുടങ്ങണ ബംഗാളി ആണെങ്കിൽ ഉണ്ടാവുമെന്ന്. അതുണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ. ഇത് നമ്മളെ ഏച്ചി ആയതുകൊണ്ട് മാത്രം. പിന്നെയാണ് നമ്മളെ ട്രെയിനിക്ക് പ്രീതി കനകാന്ന് പറഞ്ഞൊരു ഇടിവെട്ട് സാധനം വന്നു കേട്ടാ. എന്റെ വ്ളോഗ് കാണുന്നവർക്ക് വേണ്ടി അതിന്റെ പേരെന്താന്ന് ചോദിക്കാൻ വേണ്ടി ഞാനൊന്ന് കമ്പനി ചെയ്യാൻ പോയത് കേട്ടോ. അപ്പൊ എന്റെ പൊക്കിളിന് കറക്റ്റ് നോക്കി പിടിച്ചും ചെയ്ത്. പിന്നെ ഇന്നും തെറിയൊന്നും വിളിച്ചില്ലെങ്കിലും എന്റെ തന്തക്ക് വിളിച്ചും ചെയ്ത്. അത് തന്തന്റെ ഏതോ പ്രധാനപ്പെട്ട ഏരിയനെ കുറിച്ചും വിളിച്ചിണ്. എന്താന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കളിയാക്കൂടെ തന്നെ. പിന്നെ എന്തായാലും നമ്മളൊക്കെ രാവിലെ തന്നെ കുളിച്ച് മാറ്റി ഓഫീസിലൊക്കെ പോണമായിരുന്നു. ഇവലും കുളിച്ച് മാറ്റി സാരിയൊക്കെ കൊടുത്ത് പൊട്ടൊക്കെ തൊട്ട് സ്പ്രേ ഒക്കെ അടിച്ചിട്ടാവും വരുന്നത്. എന്തായാലും ഇവർക്ക് ഒരു ബസ് കണ്ടക്ടറിന്റെ ഒക്കെ ഒരു ഫീൽ ആവൂലേ. നേരെ അടുത്തേക്ക് പോകുമ്പോത്തിന് ആൾക്കാർ പൈസ തരുന്നു. ഇനി തന്നില്ലെങ്കിൽ കയ്യാണ് കൊട്ടുമ്പോത്തിന് പൈസ തന്നെ. പിന്നെ എന്നെ പോലത്തെ കൊടുക്കൂല, അത്രല്ലേ ഉള്ളൂ. നമ്മള് പിന്നെ സ്വന്തമായിട്ട് തന്നെ വേറെ പ്രോപ്പർട്ടിയിലാണ് കിടന്ന് ഉറങ്ങണത്. അതുകൊണ്ട് പിന്നെ ടാക്സും പിരിവൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെയാണ് ഞാനൊരു ബീഹാരിനെ കണ്ടുകിട്ടാ. മൂപ്പരോട് ഞാൻ ചോദിച്ചത് എന്താ ഇത് മസിൽ തന്നെയാണ് അല്ലെങ്കിൽ വല്ല സ്വർണം കടത്താനുള്ള വല്ല പരിപാടി ഉണ്ടാ പഠിച്ചോnkറിയാം.